ಮೆಟ್ರೋದಲ್ಲಿ ಬಂದಿದೀವಿ. ಇವ್ರನ್ನ ಮೆಟ್ರೋದೊಳಗೆ ಬಿಡ್ತಿಲ್ಲ, ಯಾಕಂದ್ರೆ ಇವ್ರದ್ದು ಡ್ರೆಸ್ ಗಲೀಜಿದೆ ಅಂತ. ನೈ ಆಯೇಗ ಕ್ಯಾ ಕ್ಯಾ ಏನ್ VIP ಟ್ರಾನ್ಸ್ಪೋರ್ಟ್ ಇದು? ಪಬ್ಲಿಕ್ಕಿಗೆ ಅಂತ ಇರೋದು. ಡ್ರೆಸ್ ನೋಡಿ ಬಿಡಲ್ಲ ಅಂದ್ರೆ. മുഷിഞ്ഞ വേഷം, കയ്യിലൊരു വിഴുപ്പ് ഭാണ്ഡം, ഇത് രണ്ടുമാണ് ഈ കർഷകന് ബംഗളൂരു മെട്രോയിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ കാരണം. ആദ്യ ഗേറ്റിൽ തന്നെ സുരക്ഷാ ജീവനക്കാർ കർഷകരെ തടഞ്ഞു. ഭാണ്ഡം അകത്ത് കയറ്റാനാകില്ല എന്നതായിരുന്നു പറഞ്ഞ ന്യായം. പിന്നീട് ധരിച്ചിരുന്ന വസ്ത്രം മെട്രോ യാത്രയ്ക്ക് പറ്റിയ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ലെന്ന പരിഹാസം. സഹയാത്രക്കാരിൽ ചിലർ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നതോടെ കർഷകനെ കടത്തിവിട്ടു. ಇದು ವಿಷಯನ ನೋಡಿ ಅಲ್ಲಿ ಸ್ಪಂದಿಸಿದ್ದು ಬಿಟ್ಟರೆ ಇದಕ್ಕೆ ಬೇರೆ ಯಾವುದೇ ಅಸೋಸಿಯೇಷನ್ ಸಹ ಇಲ್ಲ. ಆಗಿದ್ದು ಆಗೋಗಿದೆ, ಇದನ್ನೆಲ್ಲ ಮರೆತುಬಿಟ್ಟು ನಾವು ಮುಂದುವರಿಯೋಣಂತೆ. ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದಾಗಲಿ, ಎಲ್ಲರೂ ಸಂತೋಷದಿಂದ ಇರೋಣ. മതിയായ ടിക്കറ്റോടുകൂടിയാണ് കർഷകൻ ടെർമിനലിലെത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ക്ഷമാപണവുമായി ബംഗളൂരു മെട്രോ അധികൃതർ രംഗത്തെത്തി. അപമര്യാദയായി പെരുമാറിയ ജീവനക്കാരനെ പുറത്താക്കിയിട്ടുണ്ട്. ಸಂಬಂಧಪಟ್ಟ ಸೆಕ್ಯೂರಿಟಿ ಸೂಪರ್ವೈಸರ್ ಯಾರಿದ್ರು ಅವರಿಗೆ ನಾವು ಆಲ್ರೆಡಿ ಅವರಿಗೆ ടെർമിനേറ്റ് ಮಾಡಿದ್ದೀವಿ. അന്നം തരുന്ന കർഷകരെ അപമാനിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് എങ്ങും ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. ശ്രീധരൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ശ്രീധര, ഈ കർഷക പ്രക്ഷോഭമൊക്കെ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ. അതിനിടയിലാണ് ഒരു കർഷകനെ മെട്രോയിൽ കയറ്റില്ല. അത് ആദ്യം ഭാണ്ഡക്കെട്ട് അതിനൊരു കാരണമായി പറയുന്നു, പിന്നെ മുഷിഞ്ഞ വസ്ത്രം അതിനൊരു കാരണമായി പറയുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവരുടെ കാരണം? ഒപ്പം ആരൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി നിന്നത്? എങ്കിലും വളരെ കുറച്ച് പേരല്ലേ ശബ്ദമുയർത്തി അദ്ദേഹത്തിൻ്റെ യാത്ര സാധ്യമാക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ത് നടപടി അവസാനം ഈ നമ്മ മെട്രോ സ്വീകരിച്ചു? നിമിഷേ, സാധാരണ നമ്മളൊരു ഗുണപാഠകഥ പറയാറുണ്ട്. ഈ വേഷം കൊണ്ടൊന്നും ആരെയൊന്നും അങ്ങനെ വിലയിരുത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗുണപാഠകഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ അങ്ങനെയുള്ളൊരു കഥ പോലും കേൾക്കാത്ത ഒരാളാണെന്ന് തോന്നുന്നു ഈ സുരക്ഷാ ജീവനക്കാരൻ. ഏതായാലും ഈ കർഷകൻ ആണ് അവിടെ എത്തുന്നത്. അയാളുടെ കയ്യിലൊരു ഭാണ്ഡക്കെട്ടുണ്ട്. വേഷം അത്ര വെൽ ഡ്രസ്ഡ് ഒന്നല്ല, ഒരു വെളുത്ത കുപ്പായൊക്കെ ധരിച്ച് സാധാരണ കർണാടകയിലെ കർഷകർ ധരിക്കുന്ന തരത്തിൽ മുണ്ട് ധരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതല്പം മുഷിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും രാജാജി നഗർ മെട്രോയിൽ നിന്ന് ഇയാൾ ആ ടെർമിനലിലേക്ക് കയറാൻ നോക്കുകയായിരുന്നു. റോഡിൽ നിന്ന് മെട്രോ ടെർമിനലിലേക്ക് കയറാൻ നോക്കുന്നു. ആ സമയത്ത് സുരക്ഷാ ജീവനക്കാർ ആദ്യം ഇയാളെ തടയുകയാണ്. ഇത് നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല, ഇത് നിങ്ങൾ ഇവിടേക്ക് കടക്കാനാവില്ല എന്നൊക്കെ അയാളോട് പറയുന്നു. ഇത് കേട്ട് നിന്ന ഒരു കാർത്തിക് ഐരാനി എന്നൊരു യാത്രക്കാരനാണ് ഇതിൽ ഇടപെടുന്നത്. തുടർന്ന് എന്തുകൊണ്ട് ഇയാൾക്ക് പോകാൻ പറ്റില്ല എന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ സുരക്ഷാ ജീവനക്കാരന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. ഇതിനെ പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ നോക്കൂ എന്നൊക്കെ ഈ സുരക്ഷാ ജീവനക്കാരൻ പറയുന്നുണ്ട്. ഏതായാലും ഈ ഇടപെട്ട യാത്രക്കാരൻ അപ്പോൾ ചോദിച്ചൊരു മറുപടി ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഇന്ന വസ്ത്രം മാത്രം ധരിച്ച് മാത്രമേ ഈ മെട്രോയിൽ കയറാവൂ എന്ന് ഏതെങ്കിലും തരത്തിലൊരു നിയമമുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു നിയമം ഒന്നും മെട്രോയിലില്ല. ഇവിടെ ബംഗളൂരിലൊക്കെ നമുക്ക് ചില പബ്ബുകളിലൊക്കെ ഇങ്ങനെ ചില ഡ്രസ് കോഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സ്റ്റാർ ഹോട്ടലുകളിലും ഡ്രസ് കോഡൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിടാറുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു നിയമം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഏതായാലും അല്പം കുറേ നേരത്തെ തർക്കത്തിന് ശേഷം ഈ കർഷകരെ അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറാവുകയാണ്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയൊക്കെ ചെയ്തു. ഇതോടുകൂടി വലിയ വിമർശനം. നമ്മ മെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മെട്രോ എന്നാണ്. നമ്മ മെട്രോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് അധികാരികൾ വിപരീതമായി പോയി പ്രവർത്തിച്ചല്ലേ? തീർച്ചയായിട്ടും വളരെ വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തി. ആ പേരിന് ഏതായാലും അതിനോട് നീതി പുലർത്തൊരു നടപടിയല്ല ഈ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ആ കർഷകനോട് ക്ഷമാപണം നടത്തുകയാണ് BMRCL അധികൃതർ. ഇതുകൂടാതെ ഈ സുരക്ഷാ ജീവനക്കാരനെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കർഷകൻ ആര് എന്ന് നമുക്കെപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ച് കാണാം. അയാൾ എത്ര നിഷ്കളങ്ക ഭാവത്തോടു കൂടി ഒരു ചിരിയോട് കൂടി തന്നെ ഇവിടെ നിൽക്കുന്നു. അയാൾ ആകെ പകച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നാഗരിക സംസ്കാരത്തിന്റെ ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടലൊന്നും അദ്ദേഹത്തിന് അറിയുമായിരിക്കില്ല. ഏതായാലും അയാൾ സാധാരണ പോലെ ഈ ഒരു വാഹനത്തിൽ കയറുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ കയറുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് അയാൾ മെട്രോയിൽ കയറാനും വന്നത്. അതും സാധാരണക്കാരുടെ വാഹനം എന്നുള്ള ഒരു തിരിച്ചറിവിൽ കൂടിയാണ് കർഷകൻ വരുന്നത്. അയാൾ ഒഴുക്കിയ ഒരു വിയർപ്പിന്റെയും അയാൾ ചോര നീരാക്കിയതിൻ്റെയൊക്കെ ഒരു ഫലം കൂടിയാണ് ഇവിടെ നമ്മൾ കെട്ടിപ്പോക്കുന്നതെല്ലാം എന്നുള്ളൊരു തിരിച്ചറിവ് ഏതായാലും എല്ലാവർക്കും വേണ്ടത് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്താണ് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ദീക്ഷ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
കർഷക സമരത്തിന് ഇവിടെ സർക്കാരിന്റെ അനുമതിയോട് കൂടി തന്നെ നിരവധി കർഷകർ ഇവിടെ നിന്ന് പോയി. അവർക്ക് വേണ്ടി സർക്കാർ ഇടപെടുന്ന ഒരു സംവിധാനം, അവരെ മധ്യപ്രദേശിൽ തടഞ്ഞു വെച്ചു. അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കർണാടക സർക്കാർ ഇടപെടുന്ന ഒരു അങ്ങനെയൊക്കെ ഇടപെടൽ നടത്തുമ്പോഴാണ് അല്ലെ ഇങ്ങനെ എന്തായാലും മെട്രോ അധികൃതർ തെറ്റ് തിരിച്ചറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടപെടാൻ കാണിച്ച യാത്രക്കാർക്കും തീർച്ചയായും ഒരു സല്യൂട്ട്. അവരാണ് ഇത് ഇങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ശരി ശ്രീധര.